ഏ മാക്രൻ തവളയല്ലേ അത്? എന്തു പറ്റി മാക്ര? തക്കാളി കണ്ണനോ? അതാരാ? ഏ ആ പേരിൽ ഒരെലി നമ്മുടെ കാട്ടിലുണ്ടോ? ആ പേര് ഞാനിട്ടതാ. ശരിക്കുള്ള പേര് എനിക്കറിയില്ല. കുളത്തിലേക്ക് പോകുന്ന വഴിയാ അവന്റെ മാളം. എന്നെ കണ്ടാൽ കണ്ണുരുട്ടി മീശ വിറപ്പിക്കും. അത് കണ്ടാൽ എനിക്ക് പേടിയാവും. എനിക്കാണെങ്കിൽ വിറപ്പിക്കാൻ മീശയും ഇല്ല. അതിനെന്തോ ഉരുട്ടാൻ കണ്ണുണ്ടല്ലോ. വഴി നടക്കാൻ വയ്യാതായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നടക്കാനല്ലോ, ചോടോൻ. എടോ, അവൻ മീശ വിറപ്പിച്ചാൽ തിരിച്ചു വിറപ്പിക്കാൻ നിനക്കൊരു മീശ കിട്ടിയാൽ പോരെ? അതെവിടുന്ന്? ഒരു മീശ ഞാൻ റെഡിയാക്കി തരാം. ദോ, ഈ കറുത്ത പുഴു നിനക്ക് മീശയായി ഇരിക്കും. അതും വെച്ച് പൊയ്ക്കോ. ഒരു തക്കാളിക്കണ്ണനെയും പേടിക്കണ്ട. പുഴുവിനോട് വിറയ്ക്കാൻ പറയണം. പുഴുമീശ സൂപ്പറായി സൂത്ര. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ ഐഡിയ വരുന്നത്. വൈകിട്ട് കാണാം. താനല്ലേ പറഞ്ഞത് മീശ വെച്ചാൽ എലി പേടിക്കുമെന്ന്? ഓടിക്കും. സൂത്രന്റെ ഐഡിയ പൊളിയില്ല. എന്നാൽ തന്റെ സൂത്രനെ ഇങ്ങ് വിളി. ഹും. സൂത്രോ, മീശ വെച്ചിട്ട് പോലും പേടിച്ചില്ല. ഏത് തവളയുടെ മീശയോ? തവളയല്ല, ഞാൻ ഈ ഐഡിയ വേറൊരുത്തന് പറഞ്ഞു കൊടുത്തതാ. എലിയെ പേടിയുള്ളവനോ? പക്ഷെ മീശ വെച്ചിട്ട് മേലി പേടിച്ചില്ലെന്ന് പറഞ്ഞു ഒടുക്കത്തെ ബഹളം. കണ്ടോ, മൂക്കിന് മുകളിൽ പുഴുമീശ വെച്ചു കൊടുത്തതോ. എന്നിട്ടും ചേട്ടാ, ഒരു ഹെൽപ്പ് വേണം. ആ വായൊന്ന് തുറന്നാട്ടെ, പല്ലൊന്ന് കാണട്ടെ. ആ ഇടിമിന്നല് പോലത്തെ പല്ല്. ഇത് മതി. എന്തോ കാര്യം? ഒരാനയെ കടിച്ചു മുറിക്കാനാ. ഞാൻ കടിച്ചാലേ തൊലി പൊളിയൂല. 5 ദിവസം ആനക്കരള് തിന്നണം. ചികിത്സയാ. ചേട്ടനൊന്നും അറിയണ്ട. ചത്ത ആനയെ മുന്നിലേക്ക് തള്ളി നീക്കി തരും. കടിച്ചങ്ങ് മുറിച്ചാ മതി. ഇവന്റെ കൂടെ ചെന്നാൽ ആനയെ ഫ്രീ ആയിട്ട് തട്ടാം. ഹലോ, ഞങ്ങള് സഹായിക്കാം. ശരി, തോലി പൊളിക്കും. ഞാൻ കരള് പുറത്തെടുത്തു തരും. കരളെടുക്കുന്നതേ ചില്ലറ ജോലിയല്ല, ഇച്ചിരി റിസ്കാ. നിങ്ങളെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവരാനയെ ഇങ്ങോട്ട് തള്ളി നീക്കി തരുന്നത്. ഹലോ, ഹലോ. കടിക്കാനുള്ള ആന എവിടെ? 1 മിനിറ്റ്. 2 പേര് വരാനുണ്ട്. സമയം പോകുന്നു. 2 പേര് വന്നോട്ടെ. ഒരാള് വന്നു. അയ്യോ, ഞാൻ ഈ പണിക്കില്ല. എന്റെ കാലുളുക്കി. അയ്യോ, ഇനി എന്തു ചെയ്യും? ഇങ്ങേര് ആരാ? ആനയെ കൊന്നു തരാമെന്ന് പറഞ്ഞ ആളാ. ഒരാള് കൂടി വരാനുണ്ടെന്ന് പറഞ്ഞത് ആരാ? അവനാ നേ വരുന്നത്, കൊല്ലാനുള്ള ആന. ഹലോ, എങ്ങോട്ടാ എല്ലാവരും കൂടി? ചർച്ചയ്ക്ക് പോവുകയാ. ചർച്ചയോ? അതെ, കാടിന്റെ പുരോഗതിക്ക് കഴുതകളുടെ ബുദ്ധിപരമായ ശേഷി എങ്ങനെ ഉപയോഗിക്കാം, അതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. അത് കൊള്ളാം. സൂത്രോ, ബുദ്ധി എന്താണെന്ന് പിടികിട്ടി. പക്ഷേ പരമായ എന്ന് പറഞ്ഞാലെന്തോ? ബുദ്ധിപരമായ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സംബന്ധിച്ചത് എന്നർത്ഥം. മനസ്സിലായോ? ഇല്ല. ചേട്ടാ, എനിക്കൊരു സംശയം. ഈ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊന്നും അറിയാതെയാണോ ചർച്ചയ്ക്ക് പോകുന്നത്? ശേഷി എന്ന് പറഞ്ഞാൽ കഴിവ്.
ശേഷിച്ചത് എന്ന് പറഞ്ഞാൽ കഴിച്ചത്. മനസ്സിലായോ കഴുതേ? ഇതൊന്നും കഴുതകൾക്ക് പറ്റിയ പണിയല്ല. കാടിന്റെ പുരോഗതിയൊക്കെ ബുദ്ധിയുള്ളവർ നോക്കിക്കോളും. അങ്ങനെ പറയരുത്, കഴുതകൾക്ക് ബുദ്ധിയുണ്ട്. ഇല്ല, ഇല്ലെന്ന് തെളിയിച്ചു തരാം. വേണോ? ശരു, ഇവനെ പിടിച്ചു കെട്ടിയിട്. വായിക്കകത്ത് ചപ്പും ചവറും തിരികോ. അയ്യോ, ഇനി ബാക്കി കഴുതകളെ കാണണം. ഒറ്റയൊന്നിന് ബുദ്ധിയില്ലാന്ന് ഞാൻ തെളിയിച്ചു തരാം. ചങ്ങാതിമാരെ, ഞാൻ സൂത്രൻ. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഓ, പറയുമോ? എന്നാൽ അങ്ങനെ എന്തെങ്കിലും കാര്യം പറ, കേൾക്കട്ടെ. പറയാം, ദേ കേട്ടോ. ഇന്നു നിങ്ങളുടെ ചർച്ചയ്ക്ക് ഒരൊറ്റ ചെവിയും കഴുത വരില്ല. ഇതാണോ വരാൻ പോകുന്ന കാര്യം? അതെ. തട്ടിപ്പ്, തട്ടിപ്പ്! ചങ്ങാതിമാരെ, ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാ. അടിയവനെ, അടിയവനെ, ഇടിയവനെ, ചവിട്ടവനെ! എന്റെ കാട്ടുമുത്തപ്പോ! ബുദ്ധിമാന്മാരായ കഴുതകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്ന കരുതിയോ മണ്ട? ഷോ, ഒരുത്തനു മാത്രം കാര്യം എങ്ങനെ പിടികിട്ടി? അവനെ വിളിച്ചു ചോദിക്കാം. ഹലോ, ഒന്നിങ്ങ് വരാമോ? മുടുക്കൻ, ഞങ്ങള് പറഞ്ഞു പറ്റിച്ചതാണെന്ന് എങ്ങനെ എത്ര പെട്ടെന്ന് മനസ്സിലായി? ഹിഹി, അത് വളരെ എളുപ്പമല്ലേ. ഒറ്റ ചെവിയൻ വരില്ലാന്നല്ലേ താൻ പറഞ്ഞത്? അതാണോ വരാൻ പോകുന്ന കാര്യം? അതിന് വരാതിരിക്കുന്ന കാര്യം എന്നാ പറയേണ്ടത്. മനസ്സിലായോ?